ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് നമ്മൾ വിചാരിക്കണം കേട്ടോ. അപ്പം മക്കളെ, നമുക്കിന്ന് നനച്ചുള്ളിപ്പണീൻ്റെ കുറച്ചും കൂടി പണിയുണ്ട്. ഇത് നോമ്പിൻ്റെ തലേന്ന് വരെ എടുത്താലും തീരൂല കേട്ടോ. അങ്ങനത്തെ കോലത്തിലാണ് ഇപ്പോഴത്തെ നനച്ചുള്ളിപ്പണി. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട് നന്നാക്കേണ്ട ഒരു പണിയല്ലേ നമുക്കുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ വെച്ചുണ്ടാക്കും വേണം. അപ്പോൾ കുറച്ചൊക്കെ അല്ലേ നടക്കുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്കണ്ട് ഇറങ്ങിക്കണം. അപ്പോൾ പുറത്താണ് പണികളൊക്കെ ഇതുവരെ അകത്ത് തന്നെ എടുക്കേനി. അപ്പം നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണിട്ടത്. അപ്പോൾ നമ്മളെ മോന് സഹായത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒന്ന് മാറാലടിക്കണ്ട. പുറത്തൊക്കെ ഒന്ന് മാറാലടിച്ചിട്ട് കാക്കാനോട് അറിയാം, ഒന്ന് നിങ്ങൾ അടിച്ചോളി, നിങ്ങൾ ആയിട്ടുള്ള അതിൽ എത്തിച്ചല്ല എന്ന് പറയുമ്പോൾ പറയാം, അകത്തൊക്കെ ജെല്ലാം അടിച്ചത് ജെന്നുണ്ട് അടിച്ചോന്ന് അറിയട്ടാ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഉണ്ട് അടിക്കുകയാണ്. നമ്മൾ മോനും കൂടി അങ്ങനെ അടിച്ച് നന്നാക്കി ഒക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് കൊട്ടത്തളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുറത്ത് എല്ലാ പെരിയിലുണ്ടാകും. പുറത്തൊക്കെ അവിടെയും പടിയും കൊട്ടത്തളം ഉണ്ടാക്കും. വെറുതെയാണ് മക്കളെ. എന്ത് പണി ഉണ്ടെങ്കിലും നമ്മൾ ഈ അടുക്കളയിലത്തെ സിങ്കിൽ എല്ലാം എന്ത് പാത്രമായാലും വലിയ പാത്രമായാലും ഒക്കെ ആ സിങ്കിൽ വെച്ചേ പണിയെടുക്കുള്ളൂ. മീൻ കഴുകി പാരൽ മുഴുവൻ ഇപ്പോൾ സിംഗിളായി മാറിയിരിക്കണം കേട്ടോ. പുറത്ത് വെറുതെ നമ്മൾ കൊട്ടത്തളം ഉണ്ടാക്കുകയാണ്. ഈ മഴക്കാലമായാലും അതിങ്ങനെ വെച്ചുടിച്ചങ്ങാണ്ട് നിൽക്കും. ഒരു മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് നന്നാക്കിക്കൊണ്ട് നിൽക്കും. ഇത് ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോഴേ എന്നാലും നമ്മൾ പെണ്ണുങ്ങൾക്ക് എത്ര കൊട്ടത്തളം പുറത്തുണ്ടാക്കിയാലും അതായിട്ട് മതിയാവില്ല. അപ്പോൾ നമ്മൾ ലേശം ഇത്തിൾപ്പൊടി ഉണ്ടല്ലോ, അത് ഇന്നലെ തന്നെ ഒക്കെ ഇട്ട് ചീനിട്ടാ ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകാണ്ട്. ഇപ്പോൾ നോമ്പൊക്കെ ആവില്ല വിചാരിച്ചുകാണ്ട് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ വെച്ചുടിച്ചതും മഴക്കാലത്ത് വെച്ചുടിച്ചതും ഒക്കെ ഉണ്ടിട്ടാ. നമ്മൾ ഇങ്ങോട്ട് വരലുമില്ല. ഇടയ്ക്കൊന്ന് മീൻ കകാനൊന്നും വരുള്ളൂ. അപ്പോൾ അത് മീൻ കഴിങ്ങാണ്ട് നമ്മളെ കാര്യം സാധിച്ചാണ് നമ്മളാണ് ഔത്തേക്ക് പോവുകയും ചെയ്യും കേട്ടോ. ചില ദിവസമൊക്കെ ഔത്തുനിന്ന് തന്നെ കകുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ ഈ കുമ്പിട്ട് കാണ്ടുള്ള പരിപാടി തന്നെ ഇല്ല. നിന്നുകാണ്ട് നമുക്ക് ഇങ്ങനെ പണിയെടുക്കലല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 കൊട്ടത്തളം നമ്മൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ തേച്ചേക്കിട്ടാ. അപ്പോൾ ഇന്നലെ തന്നെ ഇത്തിൾപ്പൊടിയും ബ്ലീച്ചിങ് പൗഡറും കൊണ്ട് ഇട്ട് വെച്ച്. അതുകൊണ്ട് പിന്നെ വേഗം എച്ചും കുച്ചും ഒക്കെ പോയി കിട്ടി. അപ്പോൾ നമ്മൾ നല്ലാണ്ട് വരുതികാണ്ട് ഒക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മിക്സി ഒന്ന് നമുക്ക് ക്ലീൻ ആക്കാണ്ടിട്ടാ. അപ്പോൾ മിക്സി കഴിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ചിലർക്കൊന്നും അറിയില്ല ഇക്കാരം. നമുക്ക് ഇങ്ങനെ തുടച്ച് നമ്മൾ പോവല്ലുള്ളൂ. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ മോട്ടർ പിന്നെ ആണ് കേട്ടോ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്ലഗ് ഉണ്ട് ഊരിയിടുക. എന്നിട്ട് ഇതാ ഈ ഇടത്തോട്ട് ഇങ്ങനെ തിരിച്ചിട്ടാ. നമ്മൾ തിരിച്ചിട്ട് ഇതായിങ്ങാണ്ട് പിന്നെ ക്യാമറ കൊണ്ടും കൊണ്ട് തിരിച്ചപ്പോഴാട്ടോ കിട്ടിയത്. അപ്പോൾ കുറച്ചൊരു ബാറുണ്ടാവും, കുറച്ചൊരു ഉറപ്പുമായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പലതും ഉണ്ടാവും. നമുക്ക് തുടക്കാനായിട്ട് കിട്ടില്ല. ഇത് കഴിച്ചെങ്കിലേ നമുക്ക് തുടക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചാക്കിങ്ങാണ്ട് ഇമ്മാതിരി പണിയൊക്കെ ചെയ്യട്ടാ. കറണ്ടിൻ്റെ സാധനങ്ങളല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ആക്കണ്ട. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ആക്കാതെ നമ്മൾ ബ്രഷ് ഇട്ടുകാണ്ട് ഒന്നിട്ട് ആ പൂപ്പലൊക്കെ ഉണ്ട് വരുതി കളയട്ടാ. പിന്നെ നമുക്ക് വെള്ളത്തിൽ മുക്കിങ്ങാണ്ട് ചെയ്യുക. അതായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടത്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത് നമ്മളൊന്നിട്ട് അതിൻ്റെ ആ കയ്യുമ്മലൊക്കെ ഉണ്ടാവില്ല. കയ്യൊക്കെ നമ്മൾ പുറത്ത് കൂടി ആകുമ്പോൾ ആ എച്ചിൻ്റെ ഒന്നും പോവില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ എച്ചാണ് ഈ കരട്ടാ. അപ്പോൾ നമ്മളൊക്കെ ഊരിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് കുറവാണ് ഇപ്പോൾ. ലൈക്ക് കുറഞ്ഞാൽ നമ്മൾ വീഡിയോ തീരാണ് മുന്നിലേക്ക് പോവില്ല. കഴിഞ്ഞ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നത്. പിന്നെ നന്നായി സർവ്വത്തേനി അതായത് ചിലവർക്കൊന്നും ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ വിചാരിക്കുക ആയിക്കോട്ടെ, സാരമില്ല, നമ്മളുള്ളത് കൊണ്ടൊക്കെ നമ്മൾ തൃപ്തിപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ ഉണ്ട് എടുക്കുകയാണ്. പിന്നെ നമ്മൾ വൈകുന്നേരത്തിന് ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് നോമ്പല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുറഞ്ഞ സാധനങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ട് കിട്ടാത്തൊക്കെ ഒന്ന് കത്തി വെച്ച് കണ്ടൊക്കെ ഉണ്ട്. അടുത്ത് ഈ പൂപ്പൽ കൂടിങ്ങാണ്ട് അവിടെ ഉണ്ട് ഉറച്ച് നിൽക്കണേക്കാരം. അപ്പോൾ ഇതൊക്കെ ഒന്നുണ്ട് എപ്പോഴെപ്പോഴും ഇതൊന്നും എടുക്കാനും പറ്റില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇതൊക്കെ അഞ്ഞാളും ഇങ്ങനെയൊക്കെ നമ്മളൊരു എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടത് നല്ലതല്ല. എങ്ങനെ നമ്മൾ അച്ചയിലേക്ക് കഴിക്കാലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തടഞ്ഞ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതിൽക്കൂടി വൈറ്റ് കളറാകുമ്പോൾ വൈറ്റ് അല്ലാഞ്ഞാൽ അടുക്കളയ്ക്ക് ഒരു രസമില്ലാനും പിന്നെ വേറെ കളറിലൊക്കെ ഇപ്പം ഉണ്ട് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ 2 കൊല്ലമായിക്കണം കേട്ടോ. 2 കൊല്ലമായിക്കണം നമ്മൾ വാങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നല്ല അതിലിങ്ങനെ നമ്മൾ കൊണ്ടെടുക്കില്ല. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ നമ്മളെടുത്തുനിന്ന് ഇങ്ങനെ ശ്രദ്ധ വിടും ചെയ്യും. അപ്പോൾ നമ്മളൊക്കെ സോപ്പും പൊടിയിലിട്ട് പുതിർത്തി വെക്കുക കേട്ടോ. പിന്നെ കുറച്ച് ക്ലോറക്സ് ഇറ്റിച്ച്, അല്ലാതെ ഇപ്പോൾ ഇത് വേഗം കഴിച്ചിലാവില്ല. വേറെയുള്ള അതും ഇതും ഇറ്റിച്ചിട്ടൊന്നും കാര്യമില്ല. ക്ലോറക്സ് ആകുമ്പോൾ പിന്നെ വേഗം ആ എച്ചിലും ഒക്കെ നീങ്ങിപ്പോയിക്കോളൂ. അപ്പോൾ അത് പുതിർത്തി വെച്ചുകൊണ്ട് വൈകുന്നേരം ആവോളം അത് പുതിർത്തി വെച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് തേച്ച് വെക്കും. പിന്നെ അവിടെ തന്നെ ഇടും. അങ്ങനെ പിന്നെ രാത്രി വെക്കണിട്ട പിന്നെ ഫിറ്റ് ചെയ്തൊക്കെ ചെയ്തപ്പം അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പിന്നെ ക്ലോറക്സ് തന്നെ നല്ലത്. കയ്യിന് ചിലവർക്കാണ് പറ്റില്ല എന്ന് വരും കേട്ടോ. അപ്പോൾ ആ ക്ലോറക്സിൻ്റെ കുപ്പിയിൽ വെള്ളം പാർന്ന് വെച്ചാൽ വല്ലാതെ സ്ട്രോങ് ചെയ്യാനോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കിട്ടാം. ഒക്കെ നമ്മളാണ് പുതിർത്തി വെച്ച് ഇങ്ങനെ
ഓരോന്നിങ്ങനെ ബ്രഷ് ഇട്ട് കാണാൻ തേക്കാൻ കേട്ടോ. ഒരു അടുക്കളയിൽ ഒരു സാധാ ബ്രഷും വേണം, പിന്നെ നമ്മൾ വാഷ് ബേസൊക്കെ കീണ ഒരു ബ്രഷും വേണം കേട്ടോ. അപ്പോൾ അത് നമ്മളിട്ട് എപ്പോഴും ഉണ്ടാവും, എന്നാലും ഇതുണ്ട് എപ്പോഴും ഉണ്ട് ഇതിക്കണ്ട് ആയി കിട്ടൂലേ. നമ്മളിങ്ങനെ തേങ്ങ അരക്കും, അത് ഒന്ന് കഴുകിക്കാണ്ട് കണ്ട് എടുത്തേക്കും, അങ്ങനെയല്ലേ ചെയ്യല്. പിന്നെ ഇപ്പോൾ ഈ പൊടി വാർന്ന കാലമായപ്പോൾ അധികമുണ്ട് പൊടി വന്നുകാണ്ടുണ്ട് ഒരു കൂടിക്കാണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈകാലിട്ട് പോവില്ല. ചിലവർ വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചല്ലോ തുടങ്ങും, താത്ത അത് കകലില്ലേന്ന്. ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തർക്ക് അവനാൻ്റെത് കാണുമ്പോഴേ എല്ലാവർക്കും അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്നുണ്ട് പുതിർത്തി വെച്ചിക്കണ്. അപ്പോൾ നമ്മളിതിൻ്റെ മുമ്പ് ഒരിക്കത് കാണിച്ചിക്കണ് ഇട്ടാ. പിന്നെ ഇത് മിക്സി അയച്ചിട്ടുണ്ടൊക്കെ അന്ന് പിന്നെ അതിനകത്ത് ആളിലൊന്നുമില്ല, അന്ന് 2000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ ഇട്ടാ. അപ്പം നമുക്ക് കുറച്ചൊക്കെ കൂട്ടുകാരുള്ളതല്ലേ. അപ്പം ഇനി കാണാത്തോലും അറിയാത്തോലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നനച്ചുള്ളിക്കിപ്പോൾ ചെയ്തപ്പോണ്ട് ഇട്ടതാണ് കേട്ടോ. അപ്പം ഇനി അറിഞ്ഞോല് വിചാരിച്ച് ഈ താത്ത തന്നെ ഇട്ടിക്കണമെന്ന് അങ്ങനെ വിചാരിക്കും വേണ്ട. അറിയാത്തോല് കണ്ടും ചെയ്തോട്ടെ. എന്നിട്ട് നമ്മൾ അപ്പോൾ അതൊക്കെ നമ്മളുണ്ട് കൈകിട്ട് പിന്നെ വൈകുന്നേരം ഇട്ടപ്പോൾ വൈകുന്നേരം ഇരിക്കണമൊക്കെ അതിൽ പുതിർത്തി ഇടയ്ക്കിടയ്ക്ക് വന്ന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരമാണ് നമ്മൾ ഒക്കെ കൈകിട്ടിട്ടാ 2-3 വട്ടമൊക്കെ ഇങ്ങനെ വരുതി പൂക്കിക്കണ്. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എച്ചിൽ ചെന്നുകാണ്ട് അടി നമുക്കറ്റ കൈകും മറ്റേ കിട്ടൂല. അതാണ് ഇപ്പോൾ അതിൻ്റെ സത്യം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തുള്ളൂ. ഇനി നമുക്ക് നോമ്പൊക്കെ അല്ല, നോമ്പിൻ്റെ വീഡിയോകളൊക്കെ നമുക്ക് ഇടാനുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒടുവിലത്തെ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മളെ മുളന്തൈക്കൊക്കെ ഉണ്ട് പാരാന്ന് വിചാരിച്ച് നമുക്ക് വെള്ളത്തിന് ടൈറ്റ് ആവില്ല ഇപ്പോൾ. അപ്പോൾ പിന്നെ വെള്ളം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ടേ ലാസ്റ്റ് കഴുകിയ വെള്ളം ഇങ്ങനെ 1-2 വട്ടം കഴുകിക്കണം. സോപ്പും പൊട്ട് വെള്ളമൊക്കെയാണ് പോയിൻ്റെ ശേഷമേ ലാസ്റ്റ് വെള്ളം ഞാൻ അതിനൊക്കെ ഒന്നുകൊണ്ട് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ടത് അടുക്കള ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടത് മരത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അവിടെ എത്തൂല. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകിങ്ങാണ്ട് ഒന്നുകൊണ്ട് ഉണങ്ങിക്കോട്ടെ. പിന്നെ നമ്മൾ രാത്രി ഇട്ടത് ഫിറ്റ് ചെയ്തത് ഒന്ന് ഉണങ്ങിയിട്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കുമ്പോൾ നല്ലൊരു പിന്നെ വൃത്തിയും ഒരു ക്ലിയറും ഒക്കെയാണ്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ആ പുട്ടത്തിൻ്റെ അത് പിന്നെ വെളുക്കണില്ല കേട്ടാ. അത് പിന്നെ അത്ര തന്നെ വെളുക്കുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തോ ഈ അതുമല്ലിങ്ങനെ ഒരു പച്ച പറ്റിയതല്ല അതുമ്പോൾ ഇങ്ങനെ ഉണ്ടായി വരാൻ തോന്നുന്നുണ്ട്. അതിന് കാലം കുറച്ച് ആയില്ല, 2 കൊല്ലം കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടുകാണ്ട് ഒന്നും കൂടി പുതിർത്തി വെച്ചതേട്ടാ. അപ്പോൾ അതിൽ മുക്കിക്കാണ്ട് നമ്മൾ ഇനി ഇവിടെ ഒന്നുണ്ട് അരച്ച് കൊടുക്കുക. ആദ്യം ഞാൻ വെള്ളമാക്കേണ്ട എത്രയും കുറക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കളയാൻ പാടില്ല. പിന്നെ ഓരോരോ സാധനങ്ങൾ ചെറിയ വാഷറുകളൊക്കെ ഉണ്ട് കേട്ടോ ആ മിക്സി ജാറിന്. അപ്പോൾ അതൊന്നും കളയരുത്. കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ അത് പീടികയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും നന്നാക്കിച്ചാൽ. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. അതൊക്കെ എപ്പോഴും മോറുമ്പോൾ എൻ്റെ തന്നെ ഒരു സ്ക്രൂ കാണുന്നില്ലേ. പിന്നെ ഞാൻ സോപ്പും പൊടി കലക്കി വെച്ച വെള്ളത്തിൽ നിന്ന് കിട്ടിയിട്ടത് അത് ഒഴിവാക്കിയിട്ടില്ലേന്. അപ്പോൾ അതിൽ നിന്ന് കിട്ടി. അപ്പോൾ അങ്ങനത്തെ ഓരോരോ കുന്തങ്ങളൊക്കെ ഉണ്ടാവുമേ. അപ്പോൾ ഇതിൻ്റെ ഒരു ബട്ടൺ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എടുത്തുകാണ്ട് തുടക്കുക. വേറെയൊന്നും അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നല്ലണ്ട് ഇതുകൊണ്ട് ആക്കിക്കാണ്ട് നല്ല മുണ്ടിട്ടുകാണ്ട് നല്ലോണം തോത്തിയെടുക്കുക കേട്ടോ. വെള്ളം കുറഞ്ഞത് ആക്കിക്കാണ്ട് കൈകി തുടക്കുക. കൈകണ്ട ഇങ്ങനെ നനച്ച് തോത്തിയാൽ മതി കേട്ടോ. എന്നാലും നല്ല നിറം കിട്ടും, നല്ല പുതിയ മിക്സിയായി മാറും കേട്ടോ. ഇനി ഞാൻ 1-2 കൊല്ലം ഞാനിതിൻ്റെ മേലെ ഇങ്ങനെ ഈ മോട്ടറിൻ്റെ മേലെ ഒരു കവർ ഇട്ട് കൊടുക്കലുണ്ടേന്. ഇനി ഇതങ്ങോട്ട് വലത്തോട്ട് തിരിച്ചിട്ടാ. ഈ അടുത്തോട്ടാണ് തുറക്കൽ. ഇങ്ങനെ പൂട്ടുമ്പോൾ വലത്തോട്ട് അങ്ങനെ ഇട്ടാ അതിൻ്റെത്. അപ്പോൾ ഒരു കടിയിലാണത്, ഒരു ക്ലിപ്പ് മാതിരി. അപ്പോൾ അതുകൊണ്ട് ഇട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എപ്പോഴും തുറക്കും വേണ്ട. കുറേ ഒരു 6 മാസം കഴിയുമ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി ഇട്ടാൽ. ഞാൻ പിന്നെ കേട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതും ഇടങ്ങാറാവില്ലേ. അപ്പോൾ ഞാൻ വലത്തോട്ടപ്പം തിരിച്ച് മുറുക്കി വെച്ചത്. അപ്പോൾ ഞാൻ ഒരു കവർ ഈ കവർ ഇങ്ങനെ 2 വർഷത്തോളം ഈ കവർ ഇട്ടീനി. അപ്പോൾ നല്ല നിറമുണ്ടേനി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പുറത്തു നിന്നൊക്കെ തെറ്റില്ല. പിന്നെ അങ്ങ് ഇടാതെ പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ. ഇനിയിപ്പോൾ പൊടി വാർന്ന് കാലുമായി. പിന്നെ വർക്കേരിയിലെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പൊടി ഇങ്ങനെ പാറിങ്ങാണ്ട് വരും. പൊടിയും പാറും പുകയും വരും. അപ്പോൾ അങ്ങനെ ഇങ്ങാണ്ടിട്ട് അത് വല്ലാതെ ഈങ്ങേണ്ടത്. അപ്പോൾ ഇനി ഇങ്ങനെ കവർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോൾ ഒന്ന് ക്ലിയർ ആക്കിയില്ലേ. അപ്പം ഇനി അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇനി നമ്മളിതൊക്കെ ഒന്നാണ്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഇട്ടെന്ന് നമുക്ക് തന്നെ ഒരു പുട്ടം കിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ആദ്യം തന്നെ ഒരു ഓർമ്മ വെച്ചുകാണ്ട് ഒക്കെ കഴിച്ചണം. അപ്പോൾ ഒക്കെ ഉണ്ട് റെഡിയായി കിട്ടും.
പിന്നെ ഇപ്പം നിങ്ങളൊക്കെ പണിയൊക്കെ കഴിഞ്ഞേക്കില്ല, ഓരോരുത്തർ ഇനി ഇപ്പോൾ കഷ്ടിച്ചൊരാഴ്ചയല്ലേ ഉണ്ടാവുള്ളൂ. നോമ്പ് അടുക്ക ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് വല്ലാതെ ക്ഷീണമാവും, അതിൽക്കൂടെ ഭയങ്കര ചൂടുമല്ലേ. അപ്പോൾ നല്ല വെള്ളം കുടിക്കും വേണം. വെള്ളം കുടിക്കൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പിന് ഭയങ്കര ക്ഷീണമായി മാറും. ഇതിൽക്കൂടെ ഭയങ്കര ചൂടാണല്ലേ, ഈ പ്രാവശ്യം ഭയങ്കര ചൂടാണെന്നല്ലേ പറയണത്. ഇത്ര ചൂട് ഇങ്ങനെ ഉണ്ടാവലില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഫിറ്റ് ചെയ്തിട്ടാ. ഇപ്പോൾ പിന്നെ പല കളറിലും ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ വെള്ളമാകുമ്പോൾ അതൊരു രസം തന്നെയാണ്. അങ്ങനെയാണ് വെള്ളം എടുത്തത് കേട്ടോ. ഇപ്പം കറുപ്പുണ്ട്, വേറെല്ലുണ്ട്. പിന്നെ കറുപ്പ് അടുക്കളയ്ക്ക് വലിയൊരു സുഖമില്ലാന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ കറുപ്പ് ടേബിളാക്കിന് അത്ര ടെൻഷനുണ്ട്. കറുപ്പ് എത്രയും കുറക്കണം എന്നാണ് പറയുന്നത്. അടുക്കളയിൽ കറുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ വരും എന്ന് പറയും. ടേബിൾ ഇതുവരെ ഒരു കൊല്ലം വരെ വേറെ കളറേനി. അപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഒരു കറുപ്പ് ടേബിൾ വാങ്ങിയിട്ടത്. അതിനകത്ത് ഇപ്പോൾ ടെൻഷനുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ നമ്മളുണ്ട് ഫിറ്റ് ചെയ്ത് ഒക്കെ ഉണ്ട് റെഡി ആക്കണം കേട്ടാ. അപ്പോൾ നമ്മളതിൻ്റെ മൂടും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു കേട്ടാ. അങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമാണ്. ഈങ്ങും ചെയ്യും, അതാണുള്ള തിരക്കട്. പിന്നെ പുകടുപ്പൊന്നും ഇല്ലാത്തവർക്ക് അത്ര ഇത് വരില്ല. മറ്റേ പുകടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പുക ഇങ്ങനെ ഏത് നേരം അടുക്കളയിൽ ഉണ്ടാവുകയെ. അതുകൊണ്ട് കേട്ടോ പിന്നെ എങ്ങനെ ഈക്കാൻ പറ്റേണ്ടത്. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കഴിച്ചുകാണ്ട് കഴുകി വെക്കേണ്ടി. കുഴപ്പമൊന്നും വരില്ല കേട്ടോ. ഇടത്തോട്ട് കഴിക്കാൻ തിരിക്കുക, പിന്നെ മുറുക്കുമ്പോൾ വലത്തോട്ട് തിരിക്കുക. അപ്പോൾ ഒരു കുഴപ്പവും വരില്ല കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഫിറ്റ് ചെയ്ത് അപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ തേച്ചേക്കിയ കൊട്ടത്തള്ളാട്ടത് ഒരു ഇതൊക്കെ ഉണ്ടായിക്കണ്. അപ്പം തേച്ചേക്കിയപ്പോഴാണ് കേട്ടോ ഇവിടെ ടൈലൊക്കെ ഇട്ട് കാണുന്നത്. നമ്മളിത് എടുക്കൽ തന്നെ ഇല്ല. ചിലപ്പോൾ മീൻ കൊണ്ടുപോയി കഴുകുന്നല്ലാതെ ഒക്കെ വെറുതെ ഉണ്ടാക്കിയിടുകയാണ്. പോയത്താണ് വെറുതെ ഉണ്ടാക്കി ഇട്ടുകാണ്ട് ഇങ്ങനെ പിന്നെ അത് ചെയ്യൂലേ. പിന്നെ പണികളൊക്കെ അടുക്കളയിൽ വെച്ചല്ലേ നമ്മൾ ചെയ്യലേ. അപ്പോൾ നമ്മൾ 2-3 തോല് കറുത്ത പയണ്ടേനിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കുറഞ്ഞ ഇതുള്ളൂ കേട്ടോ, കുറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിക്കാണ്ട്. അപ്പോൾ ഒരു 1.5 കയ്യിൽ അവിലുണ്ടായിട്ടാ. അതൊന്ന് ചട്ടിയിലിട്ടുകാണ്ട് വെറുതെ ഒന്നുകൊണ്ട് വറുക്കുക. അപ്പോൾ ഒന്ന് നെരിച്ചിലുള്ള അവിൽ തന്നെയാണ്. അപ്പോൾ ഒന്ന് വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിറ്റ് നെയ്യ് ഇതാക്കണ്ടേ, കുറച്ച് എടുക്കണുള്ളൂ കേട്ടോ, അതേപ്പോൾ പറ്റുള്ളൂ. അപ്പം ഇനി ലേസം വെളിച്ചെണ്ണ വേണമെങ്കിൽ കൂട്ടാന്ന് വിചാരിച്ചിക്കാണ്ടേ കുറച്ച് ഒരു ചുവക്ക് മാത്രം ലേസം നെയ്യ് കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 3 പയണ്ടല്ല, അപ്പോൾ ഒന്നായിക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടുകാണ്ട് നമുക്കൊന്നുണ്ട് ഇളക്കി എടുക്കട്ടെ, ഒന്ന് വെന്തോട്ടെ. അപ്പോൾ തോലിങ്ങനെ കറുത്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആകുമ്പോൾ പയൊക്കെ കുട്ടികൾക്കൊക്കെ തിന്നാൻ ഇഷ്ടമുണ്ടാവില്ല. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ കഴിച്ചോളൂ കേട്ടോ. അപ്പോഴേക്ക് ഞാനൊരു 1 സ്പൂണ് ഏലക്കാപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചല്ലേ, അപ്പോൾ 1 സ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഞാൻ അണ്ടിയ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്നും നമുക്ക് എത്തിയിട്ടില്ല. ഞാൻ നോമ്പാകുമ്പോഴത്തേന് കൊണ്ടുപോയി തരിക്കൊക്കെ കാഴ്ചാനേ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്നാൽ ഒരു കൊപ്പര പൊട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് നോക്കിക്കാണ്ട് അപ്പോൾ അത് മൂപ്പിച്ചാൽ മറന്നും ചെയ്ത്. അപ്പോൾ നടുവിലിട്ടുകാണ്ട് ഒന്ന് മൂപ്പിച്ചുകാണ്ട് അതിക്കാണ്ട് ചേർത്തി കൊടുത്താട്ടോ, ഒന്ന് കടിക്കാമെന്ന് വിചാരിച്ചുകാണ്ട് അതുകൂടി കുട്ടിക്കാണ്ട് നല്ല വെന്തതിൻ്റെ ശേഷം നമ്മൾ ഒരു പൊടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ല വെന്ത് പാകയിക്കണേ. അപ്പോൾ ഒരു പൊടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്നിട്ട് വെന്തോട്ടെ, എന്നിട്ട് നല്ല ഒന്നാണ്ട് സെറ്റായിക്കോട്ടെ കേട്ടോ. അപ്പോൾ നോമ്പിനൊക്കെ വേണമെങ്കിലൊക്കെ ഉണ്ടാക്കുക. എന്താ വെച്ചാൽ പഴംപൊരിയൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ആയിക്കണില്ലേ. അപ്പോൾ പിന്നെ അതിനൊക്കെ പറ്റൂട്ടാ. നോമ്പിന് പല സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നോമ്പർപ്പിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പറ്റും. അവിടെയൊക്കെ ഒരു മോഡലായിട്ട് വന്നോളൂ. അപ്പോൾ ഇതാ 1.5 തവി ഔലാട്ടത് അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്നുകൊണ്ട് പൊടിക്കുക. നമ്മൾ വറുത്തതല്ലേ. അപ്പോൾ നമ്മൾ മിക്സി കഴുകി ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ പഴയ മിക്സി തന്നെ ജാറിൽ തന്നെ ഇട്ടുകാണ്ട് പൊടിക്കട്ടോ. പൊടിക്കാൻ നല്ലത് എപ്പോഴും ഇത് തന്നെ നല്ലത്. എന്നാൽ ആ പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങൊന്നുമില്ല, ബ്ലേഡിൻ്റെ ഉള്ളിൽ കുടുങ്ങൊന്നുമില്ല. ഇതാട്ടോ നല്ലത്. അപ്പോൾ അത് പൊടിച്ചുകാണ്ട് അതും കൂടി ഇതിൽ കുത്തി കൊടുക്കണം. അപ്പം നമ്മളേക്കൊരു 1.5 സ്പൂണ് നമ്മളെടുത്ത് പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അതിട്ട് കൊടുക്കട്ടോ. ഈ പൊടിച്ച പഞ്ചസാര ഒരു സ്പൂണ് പഞ്ചസാര ഇടുന്നിടത്ത് 2 സ്പൂൺ ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഈ പൊടിച്ച പഞ്ചസാര ഇട്ടാൽ മധുരം കിട്ടൂല. അത് പൊടിഞ്ഞു പോകുമ്പോഴേ അങ്ങനെ ഇട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നോമ്പുങ്ങൾക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയാണ്, അതൊരു 2 സ്പൂണേ ആക്കി ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ അതും കൂടി ഇട്ടുകാണ്ട് നന്നായാണ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ കയ്യുമ്മൽ ലേശം വെളിച്ചെണ്ണാക്കിക്കാണ്ട് ഒന്നുണ്ട് ബൗളാക്കിക്കാണ്ടുണ്ട് ഉരുട്ടട്ടോ.
വലിയ പണിയില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യുക. എന്നാലും കാണാനും നല്ല രസമുണ്ട്. എണ്ണ ഒന്നും കുടിക്കണില്ല. അതിപ്പോൾ വെന്ത സാധനമല്ലേ, ഒന്നുണ്ട് ചട്ടിയിലിട്ടുകാണ്ട് ഒന്ന് കോരിയെടുക്കണ പണിയേ ഉള്ളൂ. അപ്പോൾ പഠിച്ചു വെച്ചാൽ നോമ്പിൻ്റെ നോമ്പിനൊക്കെ ഉണ്ടാക്കട്ടോ. നോമ്പിനൊക്കെ ഒരു സ്നാക്കായിട്ട്. പിന്നെ ഈ ഉന്നക്കായൊക്കെ പൊടിച്ചിന മാതിരി തന്നെ ഇട്ട് തിന്നാൽ നല്ല ഉറപ്പുണ്ട്. അവിലും കൂട്ടിയതുകൊണ്ടേ. ഉന്നക്കായിൽ പിന്നെ അവിലൊന്നും കൂട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ നല്ലാണ്ട് ഉണ്ടാക്കിക്കണേ. അപ്പോൾ ഞാൻ ചട്ടിയിലിട്ടുകാണ്ട് ഒന്നുണ്ട് കോരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല നെരിഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയണേ, നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ചെറിയൊരു കയ്യിൽ ലേശം വറുത്ത റവ കൊണ്ടുവന്നുകാണ്ടേ അതിലിട്ടുകാണ്ട് ഒന്നുണ്ട് അതിലുണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഒന്നുണ്ട് ഇതാക്കുമ്പോൾ കുറേ ചുമലൊന്നും പറ്റി കിട്ടും. അപ്പോൾ ഒന്നൊരു മൊരിച്ചിൽ വരാൻ. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞില്ല, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊന്നും മടിച്ച് നിൽക്കരുത്. നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞാൻ ഒന്നും കൂടി പറയണേ. അതെന്നെ പറയുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം പിടിച്ചു. അതൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി കണ്ടിടുക. ഒന്നുണ്ട് പുറം മുരിഞ്ഞാൽ ഒന്നുണ്ട് കോരിയെടുക്കാമല്ലോ. പിന്നെ വേറെ ഇതൊന്നുമില്ല കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. പഴത്തിനിപ്പോൾ തീരെ വിലയില്ല. പഴുത്ത പഴത്തിനൊന്നും തീരെ വിലയില്ല. അതൊക്കെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പൊപ്പ് കയറുകയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യുക. അതിനത്രയും പണിയില്ല. ചട്ടിയിട്ടാൽ വേഗം മൊരിഞ്ഞ് കിട്ടും ചെയ്യട്ടെ. ആ പുറം നിന്ന് മൊരിഞ്ഞാൽ മതി. ഉള്ളൊക്കെ വെന്ത സാധനങ്ങളല്ല, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു കടിയായും ചെയ്തെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. കണ്ടില്ല, എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. നല്ല സൂപ്പറായിക്കണം. എണ്ണ കുടിച്ചിന പേടിയാവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാറിൻ്റെ ദിവസം ഒന്ന് മുറിച്ച് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിനി. അത് അതിൻ്റെ അടിയിൽ മറന്നു പോയി ചെയ്ത്. ചായ കുടിച്ചാൽ ഒരുങ്ങിയപ്പോൾ ചൂടോടുക്കെ തൊടാൻ വയ്യ. അപ്പോൾ ചൂട് ആറിയിട്ടൊന്നും മുറിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ മറന്നതാട്ടോ. പിന്നെ വേവാനൊന്നും ഇല്ല കേട്ടത്. ഉന്നക്കായൻ്റെ ഒക്കെ ഉന്നക്കായനെക്കാട്ടി ഉറപ്പിലുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.